പിന്നെ ദൃശ്യം 3 കണ്ടിട്ടാ അടിപൊളി, ഒരു രക്ഷയില്ല. എപ്പോഴത്തെ പോലെ തന്നെ ദൃശ്യം ക്ലൈമാക്സ് കാണുമ്പോഴേക്ക് നമ്മളെ ഞെട്ടി ചളിയുന്നുണ്ടല്ലേ യാസി? ഇങ്ങനെയുണ്ട്. പൊളിച്ച്. ഫസ്റ്റ് കാണുന്ന നേരം കുറച്ച് ലാഗ് പോലെ തോന്നുന്നുണ്ടേ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് മുതൽ ഇങ്ങനെ ത്രില്ലിൽ കൊണ്ടുപോയിട്ട് ക്ലൈമാക്സ് ആണ് ഞെട്ടിച്ച് കളയുന്നുണ്ട്. എന്തായാലും ഫോറിനുള്ള സ്കോപ്പും കൂടെ വെച്ചിട്ടാണ് പോയത്. ഇതൊരു സീരീസ് ആക്കരുതെന്ന് റിക്വസ്റ്റ് ഉണ്ട്. എങ്ങനെ വന്നാലും 3 പൊളിച്ച്. ഫസ്റ്റിനെയും സെക്കൻഡിനെയും പോലെ തന്നെ അതിന്റെ അപ്പുറത്ത് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് പൊളി. അല്ല ആരാപ്പത്? ഇത് എവിടുന്നപ്പോ ഈ അപരാധം പൊന്തി വന്നിക്കണ്? കുറച്ചെങ്കിലും ഒരു ഉൾപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിലേ ഇജിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരൂല. ആ മോന്തൊക്കൊന്ന് നോക്കിയും എന്താ വളരെ സന്തോഷം. ഒരു പാവം പിടിച്ച മനുഷ്യനെ കുഴിയിലാക്കിയിട്ടേ ഓളെ മറ്റേടത്തെ ദൃശ്യം കൊണ്ട് വന്നിക്കണു. എടി പുന്നാര മോളെ, ഒരു കുടുംബത്തിനെ മൊത്തേ കണ്ണീരിലാഴ്ത്തിയിട്ടേ എങ്ങനെ എനക്ക് ഇതൊക്കെ സാധിക്കണ്? കുറച്ചെങ്കിലും കണ്ണിച്ചോരുണ്ടെങ്കിലേ ഇജിപ്പം ഇങ്ങനെ ഈ ക്യാമറയും തൂക്കിയിട്ടേ ജനങ്ങളെ മുന്നിക്ക് വരൂല. ഇജ്ജെന്താ കരുതിയേ ജനങ്ങളെല്ലാം മറന്നിട്ടുണ്ടാവുന്നോ? എന്തൊക്കെ മറന്നാലേ ആ പാവം പിടിച്ച മനുഷ്യനെ കൊലക്കൊടുത്ത എൻ്റെ ഈ മോന്ത ഒരിക്കലും മറക്കൂല. ഒരു മഹാഭാവം പിടിച്ച കുടുംബം നെഞ്ചത്തടിച്ച് കരഞ്ഞൊക്കെ ഇജ്ജ് മറന്നോ? അങ്ങനെ ഇജ്ജ് മറന്നിക്കാണെങ്കിലേ ഇതാ ഒന്നും കൂടി കേട്ടോ, തീരാത്ത ശാപം. ആർക്കും ഇത് വരരുത്. അത് മാത്രം എൻ്റെ വിധി. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഇതാ കേട്ടില്ലേ, ചങ്ക് പൊട്ടിയിട്ടുള്ള കരച്ചിലാണത്. ഇജ്ജൊക്കെ ഏത് ദുനിയാവ് പോയിട്ട് ഒളിച്ചിട്ട് ഒരു കാര്യമല്ല. ഈ കുടുംബത്തിന്റെ ശാപമൊക്കെ അല്ലേ, അതൊക്കെ എന്നെ വിടാതെ പിന്തുടരും. പിന്നെ ഈ കണ്ണീരിനൊക്കെ കണക്ക് പറയാതെ ഇജ്ജ് ഈ ദുനിയാവിന്ന് രക്ഷപ്പെടുന്നു ഇജ്ജ് കരുതണ്ട. എന്നിട്ടോൾ അടുത്തതായിട്ട് ക്യാമറയും തൂക്കി വന്നിക്കുക. എൻ്റെ കാരണേ ഒരു ജീവൻ പോയത് പോരെ, ഇനിയും പോണോ? എനിക്ക് ജനങ്ങളോടാണ് പറയാനുള്ളത്, ഇവളെ ക്യാമറ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിലേ ജീവന് കൊതിയുള്ള ആൾക്കാരാണെങ്കിലേ ആ ഭാഗത്തു കൂടെ പോകരുതേ. അഥവാലറ്റ് ആ ക്യാമറയിലെങ്ങാനും പെട്ട് കഴിഞ്ഞാലേ ഇവളപ്പം പറയും എൻ്റെ ബമ്പർമ തട്ടി, എൻ്റെ ജമ്പർമ തട്ടി എന്നൊക്കെ. കള്ളങ്ങൾ പടച്ചുകൂടാനേ ഇതിലും വലിയ മുതൽ വേറല്ല. അമ്മാതിരി സാധനമാണ് ഇതൊക്കെ, നല്ലോണം സൂക്ഷിച്ചോളി. ഹോ, എന്തൊരു അപരാധാണെന്ന് നോക്കി പിന്നെ ഉളുപ്പില്ലാതെ വന്നിക്കുക. ദൃശ്യം 3 കണ്ടോ 2 കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തിനാ ദൃശ്യമൊക്കെ കാണുന്നത്? എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ പോരെ, എല്ലാ ദൃശ്യം അവിടെ ഉണ്ട്. ഇതിലും വലിയ സ്റ്റോറി ഇനിയിപ്പോൾ എന്താ കാണാനുള്ളത്? റീച്ചിന് വേണ്ടിയിട്ടേ പ്ലാൻ പണിയിട്ടേ ഒരു ജീവൻ എടുത്തതും പോരാ, എന്നിട്ട് നെളിഞ്ഞ് നടക്കുക. എവിടെ നമ്മളെ നിയമം കോടതിയൊക്കെ? വെറുതെ അല്ല കൊല്ലും കൊലയൊക്കെ ദൈനംദിനം കൂടിക്കൊണ്ടേ വരുന്നത്. എന്ത് പോക്കൃത്തരം ചെയ്തിട്ട് ഉള്ളിൽ പോയി കഴിഞ്ഞാലേ ഓലുണ്ടാവും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ പുറത്ത്. എന്നിട്ടൊരു കുറ്റം ചെയ്തിക്കണമെന്നുള്ളൊരു കുറ്റബോധമൊന്നുമില്ല. എന്നിട്ട് ഓല് പുറത്ത് വന്നു കഴിഞ്ഞാലോ അടിച്ച് പൊളിക്കുക. ഇനി ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു വൈബ് വേറൊരാൾക്ക്. ദയവ് ചെയ്തിട്ടേ ഇമാതിരി പന്നികളൊന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിലേ ഇമാതിരി കാട്ടപരാധങ്ങളെയും കൊണ്ടൊക്കെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോഴുള്ളൂ നമുക്ക് മനസ്സിലാകുക. എന്നിട്ട് അവൾ വന്നിക്കുക ഒരു ഉസുറുമ്പുളി ഇല്ലാതെ. വല്ലാത്ത തൊലിക്കട്ടി തന്നെ മാളെ എൻ്റെയൊക്കെ. തെറ്റ് ചെയ്തോ ചെയ്തില്ലേന്നല്ല, എൻ്റെ കാരണേ ഒരാളുടെ ജീവനാ വയ്ക്കണ്. അതിനെ ഇത്തിരിയെങ്കിലും ഒരു കുറ്റബോധം. ഇവളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടേ ലൈക്കും ഷെയറൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി. ഇവൾക്കോ കണ്ണിച്ചോരല്ലാന്നേ ഓള് തെളിയിച്ചാണ്. പക്ഷെ ഇവളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഓൾക്ക് തീരെയും കണ്ണിച്ചോരല്ല. എന്നിട്ട് ഇവളെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ടേ കമൻറ്റുകൾ കാണണം, പെൺപുലിയാണ്, ഫയറാണ് എന്നൊക്കെ. എന്ത് കണ്ടിട്ടാണ് ഇമ്മാതിരി കമൻ്റ് ഇടുന്നതെന്ന് എനിക്കറിയണില്ല. ഒരു പാവം പിടിച്ച മനുഷ്യനെ ജീവൻ എടുത്തിട്ടേ ഒരു കുടുംബത്തിനെ കണ്ണീരിലാഴ്ച ഭൂതനാണിത്. എന്നിട്ട് ഒരു കൂസലില്ലാതെ നടക്കണോക്കിയും വല്ലാത്ത ജന്മം തന്നെ. എന്താ ഇതിനൊക്കെ പറയണു? നിങ്ങളെന്നെ പറയും.